ചേച്ചി, പപ്പ ഇത്രയും മോശമായ സൂട്ട് ഇടുവോ? ശരിയാ വിക്, പപ്പയുടെ സൂട്ട് വളരെ മനോഹരായിട്ടുണ്ട്. പക്ഷെ ഈ സ്കാർഫ് ഇതിന്റെ കൂടെ ഒട്ടും മാച്ച് ആവില്ലല്ലോ. ഞാൻ വളരെ ആഗ്രഹിച്ച ഈ സ്കാർഫ് ഉണ്ടാക്കിയത്. പക്ഷെ ഈ സ്കാർഫ് ധരിച്ച ഈ റോയൽ സൂട്ടിന്റെ മുഴുവൻ അട്രാക്ഷനും ഇല്ലാതെ ആയി പോവും. അട്രാക്ഷൻ ഒരിക്കലും നശിച്ചു പോകത്തില്ല. പറയുകയാണെങ്കിൽ ഇനി കൂടത്തേ ഉള്ളൂ. കാണിച്ചേ. ഓ വാവ്, ബ്യൂട്ടിഫുൾ. എന്റെ പൊന്നുമോള് അവളുടെ അച്ഛന് വേണ്ടി ചെയ്യിപ്പിച്ചെടുത്തതായത്. നോക്ക്, ഇതുപോലെ ഇടുകയാണെങ്കിൽ സ്യൂട്ട് അടിപൊളിയായിരിക്കും. ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ പപ്പയ്ക്ക് വേണ്ടി എന്റെ കയ്യിൽ വേറൊരു സർപ്രൈസ് കൂടി ഉണ്ട്. സർപ്രൈസ്? എന്താ? സർപ്രൈസ് എന്ന് പറഞ്ഞ സർപ്രൈസ്. മിണ്ടാതിരി. ഇനി സംസാരിച്ച് നിൽക്കണ്ട, സമയം വളരെ കുറവേ ഉള്ളൂ. ജോലിയാണ് ഒരുപാട് കിടപ്പുണ്ട്. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? അതെ അതെ, സർപ്രൈസിന് വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തു പറ്റി? നിങ്ങളുടെ മുഖം എന്താ വാടിയിരിക്കുന്നേ? ഇല്ല, അതൊന്നുമില്ല. ദേ നോക്കിയേ, ഈ മുറിക്കുള്ളിൽ ഞാൻ പറയുന്നതേ അനുസരിക്കാവൂ. അതുകൊണ്ട് എന്നോട് പറഞ്ഞ എന്താ ഉണ്ടായേ? ഇന്നലെ രാത്രി നിങ്ങൾ ഉറങ്ങാൻ വന്നില്ലല്ലോ. എന്റെ തെറ്റാണെന്ന് വിചാരിച്ച എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഞാൻ ഒരിക്കലും അമ്മായിയെ ഒറ്റയ്ക്കാക്കാനായിട്ട് പാടില്ലായിരുന്നു. ഇപ്പൊ എന്താ ഉണ്ടായ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നും ശരിയല്ല പവിത്ര, ഒന്നും ശരിയല്ല. നമ്മുടെ നാടിപ്പോ ബലഹീനമാണ്. മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല. രക്തം ചിന്തിച്ച് നാടിനെ വീണ്ടും പഴയതുപോലെ ആക്കിയെടുക്കണം. ഇനിയും താമസിക്കുകയാണെങ്കിൽ നാട് തന്നെ പിന്നെ നശിച്ചു പോയെന്നിരിക്കും. അതും വളരെ വേഗത്തിൽ തന്നെ. എനിക്ക് അമ്മായിയെ ഇപ്പൊ കണ്ടേ പറ്റൂ. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഞാൻ പോയിട്ടൊന്ന് കണ്ടിട്ട് വന്നേക്കാം. നിന്നെ, എനിക്ക് നിങ്ങളുടെ ഈ കളികളെ കുറിച്ചൊന്നും വലിയ പിടുത്തമില്ല. എനിക്ക് നിങ്ങളെ ഓർത്ത ടെൻഷൻ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ശരിയാവും. ഞാനിപ്പോ വരാം. ഞാൻ പറയുന്നത് കേൾക്കണം. ശരി. വിരുന്നുകാർ വരുമ്പോൾ അവർക്ക് യാതൊരുവിധ കുറവും വരുത്തരുത്. തീർച്ചയായും. അവർ വാതിൽക്കൽ വരുമ്പോൾ തന്നെ അവരെ വേണ്ട വിധം സ്വീകരിക്കണം. അവർക്ക് മധുരം കൊടുക്കുന്നതോടൊപ്പം വീർഗഡിലുള്ള ജനങ്ങൾക്കും തീർച്ചയായും മധുരം കൊടുക്കണം. ശരിയായിക്കോട്ടെ. മനസ്സിലായല്ലോ അല്ലേ? നമസ്കാരം. പുതിയ ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കുറച്ച് ഫണ്ട് ആവശ്യമാണെന്ന് ഞാൻ കേട്ടിരുന്നല്ലോ. ഇനിയും എത്ര ഫണ്ട് ആവശ്യമുണ്ട്? പുതിയ ഹോസ്പിറ്റലോ? നിങ്ങൾ എന്താ ഈ സാർ പറയുന്നേ? ഇപ്പോഴല്ലേ പുതിയ ഹോസ്പിറ്റലിന് വേണ്ടിയുള്ള ചെക്ക് ബൗൺസ് ആയത്. രാജാ സാർ, നമ്മുടെ ചെക്ക് ബൗൺസ് ആയെന്നാണോ? അതും ഈ പുതിയ ഹോസ്പിറ്റലിന് വേണ്ടി? ഞങ്ങളുടെ ട്രസ്റ്റ് ചെയ്യുന്ന ഇതുവരെ ഒരു പുതിയ ഹോസ്പിറ്റൽ പാസ് ചെയ്തിട്ട് പോലും ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നു എന്തോ തെറ്റിദ്ധാരണ ഉണ്ടെന്നാ തോന്നുന്നേ. എന്താ? ശരി, നല്ല കാര്യം. ഞാൻ പിന്നീട് നിങ്ങളെ വിളിച്ചോളാം. ഓക്കെ, ശരി. അച്ഛാ, പുതിയ ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഒരു ചെക്ക് കൊടുത്തില്ലായിരുന്നു, അത് ബൗൺസ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കൊട്ടാരത്തിന്റെ ഒരു വാതിൽ റിപ്പയർ ആയാൽ പോലും അത് നന്നാക്കാനായിട്ട് ഈ കൊട്ടാരത്തിൽ കാശില്ല. വരണം വരണം. നിക്ക്, എന്തായി ചെയ്യുന്നേ? എന്നെ വെറുതെ എന്തിനെ വിഷമിപ്പിക്കുന്നേ? നിങ്ങളെന്റെ കാലിൽ വിഴാനേ പാടില്ല. ഞങ്ങളാണ് നിങ്ങളുടെ കാലിൽ വിഴേണ്ടത്. അരുതരുത്. അല്ല, എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാണ്? എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമുണ്ടോ? എനിക്കിപ്പോ തന്നെ ഈ കൊട്ടാരത്തിലെ എല്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസും വേണം. തീർച്ചയായും താങ്കൾക്ക് കിട്ടും. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. അല്ല, എന്താ ഇത്? മാർക്കറ്റിൽ ഇത്രയും രൂപ എന്തിനാ കട വാങ്ങിച്ചിരിക്കുന്നത്? അതുകൊണ്ട് മദ്യ ഫാക്ടറി ഉറപ്പായും വന്നേ പറ്റൂ. ഇനി ഒരിക്കലും പിൻവാങ്ങാൻ കഴിയില്ല. അമ്മായി, ഞാനൊന്ന് അകത്തോട്ട് വന്നോട്ടെ. നിങ്ങളോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണം. അമ്മായി. എന്താ വിശേഷം ശരണേട്ടാ? റാണിയമ്മ ഇപ്പോഴാ കുലദൈവങ്ങൾ അടുത്തേക്ക് പോയേക്കുന്നത്. രാജ്യത്തിലൊക്കെ നടക്കാൻ പോവല്ലേ? നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ ഫോൺ ചെയ്ത് നോക്ക്. ശരി.
അമ്മായിയോട് ഞാൻ സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും ഫോണിൽ സംസാരിക്കേണ്ട കാര്യങ്ങളേ അല്ല. പക്ഷെ അമ്മായിയോട് എപ്പോൾ തിരിച്ചു വരുമെന്ന് അതെനിക്ക് ചോദിക്കാൻ പറ്റും. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. സമീർ, എല്ലാ കാര്യങ്ങളും ഒരു യുദ്ധം പോലെ തന്നെ ആകണം. ഒരു സൈനികന്റെ ശക്തി കൊണ്ട് മാത്രം പറ്റില്ല. സൈന്യാധിപന്റെ യുദ്ധതന്ത്രം കൊണ്ടേ ജയിക്കൂ. ആഹാ ശരൺ മോനെ, ഗംഭീരമായിരിക്കുന്നു. നിന്റെ ലക്ഷ്യം എങ്ങനെ തെറ്റും? ഈ ലക്ഷ്യം കൃത്യമായിട്ടാണ് കൊടുക്കുന്നത്. നിനക്കെന്നോടുള്ള ദേഷ്യം ഇനിയും മാറിയിട്ടില്ല എന്ന് മനസ്സിലായി. ശരി, ചെയ്ത തെറ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ അത് തിരുത്തുകയാണെങ്കിൽ എനിക്കത് മാത്രം മതി. എനിക്ക് തോന്നുന്നു ഇപ്പോ ഇവൻ എന്റെ വാക്കിന്റെ മായാജാലത്തിൽ മയങ്ങിയിട്ടുണ്ട്. ചേച്ചി സൂപ്പറാണ്. ഞാനിപ്പോ എല്ലാ സ്റ്റെപ്സും ഇട്ടല്ലോ, ഒന്നും മറന്നില്ലല്ലോ. ചേച്ചി ചേച്ചിയുടെ പേര് മറന്നേക്കാം, പക്ഷേ ഡാൻസ് സ്റ്റെപ്സ് മറക്കില്ല. ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നത്. പപ്പയ്ക്ക് സർപ്രൈസ് ഭയങ്കര ഇഷ്ടമാവണം. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ചേച്ചി. ഞാൻ പോയി ചേച്ചിക്ക് മിഠായി കൊണ്ടുവരാം കേട്ടോ. അവിക് സൂക്ഷിച്ചു പോ. അടിപൊളി റോജ, നീ വളരെ നന്നായിട്ടാ ഡാൻസ് ചെയ്യുന്നേ. താങ്ക് യു അമ്മായി. എനിക്ക് കുട്ടിക്കാലം മുതൽക്കേ എനിക്ക് നിങ്ങളെ അമ്മായിന്ന് വിളിക്കാലോ അല്ലേ? അല്ല, അമ്മായി അല്ല, അമ്മായി അമ്മയെന്ന് എന്നെ വിളിക്കാം. ശരി, സൂക്ഷിക്കണം കേട്ടോ. ഒരുപക്ഷെ റാണിയമ്മെങ്ങാനും കണ്ടാലുണ്ടല്ലോ. എനിക്കറിയാം റാണിയമ്മയ്ക്ക് ഈ ഡാൻസ് ഒന്നും ഇഷ്ടമല്ലാന്ന്. പക്ഷെ ഇത് ഡാൻസ് അല്ലല്ലോ, നമ്മള് ഭംഗിയായി നൃത്തം ചെയ്ത് നമ്മുടെ പൂർവികരെ ആദരിക്കുന്നു. സത്യം പറഞ്ഞ എനിക്ക് കാണേണ്ടത് എന്റെ പപ്പ ഞാൻ ഡാൻസ് കളിക്കുമ്പോ എത്രമാത്രം സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. ഈ ദിവസം എന്റെ ചേട്ടന് പ്രധാനപ്പെട്ട ഒരു ദിവസം. അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എന്തായാലും ചെയ്യും. യു കണ്ടിന്യൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മീർ ഭായ്, പിന്നെ എനിക്ക് വേണ്ടി ഫീസ് അടച്ചല്ലേ? എന്താ
നിനക്കിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലെങ്കിൽ നീ വെളിയിലൊക്കെ പോയി എൻജോയ് ഒക്കെ ചെയ്യടാ. നിന്റെ സ്ഥാനത്ത് ഇറങ്ങി ഞാൻ അതേ ചെയ്യുള്ളൂ. മനസ്സിലായോ? സമീർ ഭായ്, നിങ്ങൾ കാരണം എനിക്ക് പഠിക്കാൻ കഴിയുന്നത്, ബുക്സ് വാങ്ങുന്നത്. അയ്യോ എന്റെ പൊന്നളിയാ, നീ ഒന്ന് മിണ്ടാതിരിക്കോ? ഒന്നും മിണ്ടാതിരിക്ക്. നീ ഇതൊക്കെ പറഞ്ഞു വെറുതെ എന്നെയും കൂടെ കരയിപ്പിക്കരുതേ. ഓക്കെ, മിണ്ടായിരിക്കേ. നിനക്ക് വേണ്ടി ഇന്ന് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, കാണണോ? വെയിറ്റ് ചെയ്. എന്നാ സമീറിന്റെ ഭാഗമായിട്ട്. വാഹോ, ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഷെർവാണിയോ? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി. ഞാനൊരു സാധാരണ പയ്യനല്ലേ, എന്നെ അകത്തൊരു കേറ്റില്ല. ബിട്ടു, ഞാൻ ആരാ? റോയൽ സമീർ. സോ റോയലിന്റെ ഫ്രണ്ട് റോയലാണ്, മനസ്സിലായോ? നീ അമ്മയുടെ ചോരയാണ്. നിന്റെ അടുത്ത് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകണം, നല്ല മനുഷ്യനുമാകണം. നീ ടെൻഷൻ അടിക്കാതെ. നിന്റെ എൻട്രി ഞാൻ റെഡിയാക്കി തരാം, മനസ്സിലായോ? ഇത് ആട്ട കരച്ചിലേക്ക് കേൾക്കുന്നത്. ദിയ, നിന്റെ കണ്ണൊക്കെ എന്താ നിറഞ്ഞിരിക്കുന്നേ? ഒന്നുമില്ല. മര്യാദയ്ക്ക് പറ, നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കാൻ കാരണക്കാരൻ അവൻ ആരാണ്? ഇപ്പൊ ഈ കൊട്ടാരത്തില് എനിക്ക് ഒരു വാല്യൂ ഇല്ല. ഇവിടെയുള്ള എല്ലാവരും ഇപ്പൊ റോജയെ കുറിച്ച് മാത്രം സംസാരിക്കുന്നേ. റോജ് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നു, അവൾ അത് ചെയ്യുന്നു, അവൾ ഇത് ചെയ്യുന്നു. അവൾ ഒരു കള്ളമായ പ്രിൻസസ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും അവൾ എന്റെ വാല്യൂ എന്റെ അടുത്ത് എടുത്തു കൊണ്ടുപോകാൻ നോക്കുക. ദിയ, ഈ കൊട്ടാരിൽ ഒറ്റ പ്രിൻസസ്സേ ഉള്ളൂ. ആ ഒരാൾ നീയാ, ദിയ കുമാരി. നീ ഇപ്പൊ നോക്കിയോ, ഇപ്പൊ തൊട്ടാ റോജ നിന്റെ കണ്ണിന്റെ മുൻപിൽ മാത്രമല്ല, നിന്റെ നിഴലിന്റെ മുൻപിൽ പോലും അവള് വരില്ല. ചേട്ടാ, ചേട്ടന് ഞാൻ തന്ന വാക്ക് ഇപ്പോൾ ഫലിക്കാൻ പോവുകയാണ്. സിംഹാസനത്തിൽ ഇരിക്കേണ്ട ആള് തന്നെയാണ് ഇപ്പോൾ ഇരിക്കാൻ പോകുന്നത്. എന്റെ ചുമതലകളിൽ നിന്ന് എനിക്ക് വിരമിക്കാം. ഇനി എനിക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ വിശ്രമിക്കാം. അതെ മഹാറാണി, നാളെ വീർഘട്ടിന്റെ പുതിയ ചരിത്രം കുറിക്കപ്പെടും. മഹാറാണി വരൂ, അമ്പലമെത്തി. ഇതാ, ഞാൻ പോയിട്ട് വന്നേക്കാം. ശരി. അമ്മായി ദയവ് ചെയ്ത് ഫോണൊന്ന് എടുക്ക്. ദയവ് ഇത് ഫോൺ എടുക്ക്. അമ്മയോട് എനിക്കൊന്ന് സംസാരിക്കണം. അമ്മായി എന്റെ ഫോൺ കട്ട് ചെയ്തെന്നോ? അമ്മായി എന്റെ ഫോൺ ഒരിക്കലും അങ്ങനെ കട്ട് ചെയ്യാറില്ലല്ലോ. അപ്പോ ഇവനെന്തിനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഹാറാണിക്ക് ഫോൺ ചെയ്യുന്നത്? ഇവനെല്ലാം മനസ്സിലായോ എന്തോ? ശരി, ഞാനൊരു മെസ്സേജ് അയച്ചേക്കാം. എന്റെ ഫോൺ എവിടെ വെച്ചു? ശരൺ പെന്നയുടെ മെസ്സേജ്. അമ്മായി, സംസ്ഥാനത്തിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. നമുക്കെതിരെ വലിയൊരു ചതി പ്ലാൻ ചെയ്യുന്നുണ്ട്. മഹാറാണി ഈ മെസ്സേജ് കാണുന്നതിന് മുമ്പ് ഇപ്പൊ തന്നെ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. അവന്റെ നമ്പറും ബ്ലോക്ക് ചെയ്യാം. പ്രതാപ്, നീ എന്റെ ഫോൺ കണ്ടിരുന്നോ? മറന്നുപോയോ മഹാറാണി? ഫോണ് കാറിൽ വെച്ചിട്ടാ പോയത്. ഞാനത് തരാൻ വേണ്ടി വന്നതാ. ഇതാ. മനസ്സിനൊരു സ്ഥിരത ഇല്ലാത്തത് കൊണ്ട് ഒന്നും ഓർമ്മയിലില്ല. ശരി, വരൂ. ഈ ശരൺ അവന്റെ അപ്പനെ പോലെ തന്നെയാണ്. കൂർമ്മ ബുദ്ധി, തന്ത്രശാലി, നല്ല കഴിവുമുണ്ട്. അവന്റെ മനസ്സിൽ ഇപ്പോ എന്താ ഓടുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. അവൻ എന്നെ പറ്റി ഒന്നും അറിയില്ല. ഇതുവരെ എന്നെ വിലമതിക്കാത്ത ആൾക്കാരെ ചുടുകാട്ടിലേക്ക് 4 പേർ ചേർന്ന് എടുത്തോണ്ടാണ് പോയത്. ഞാൻ ഇനി എന്നെ തന്നെ എങ്ങനെ പ്രശംസിക്കണം അച്ഛാ? പ്രതാപിനെ റാണിയമ്മയുടെ കൂടെ അയക്കാനുള്ള പ്ലാൻ ആരുടേതായിരുന്നു?
ആ പറയൂ നീ. ആ, എനിക്ക് എന്റെ തന്നെ കണ്ണ് കിട്ടാതിരുന്നാ മതി. അല്ലെങ്കിലും ചിലപ്പോഴെല്ലാം ഇതാലോചിച്ചാലോചിച്ചാകെ ഭ്രാന്ത് പിടിക്കാറുണ്ട്. എത്ര നാളെ കൂടെ ഞാൻ ഇങ്ങനെ ശരണിനോട് ഓരോന്നും പറഞ്ഞ് എല്ലാം മറച്ചു വെച്ചുകൊണ്ടിരിക്കും. എന്നെങ്കിലും ഒരു ദിവസം റാണിയും ഈ കാര്യം എന്തായാലും അറിയുമല്ലോ. ആ നമ്മൾ എന്താണ് അവരുടെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്നതെന്ന്. അങ്ങനെയായാൽ ആ സമയത്ത് എന്റെ വെള്ളം എന്താണെങ്കിലും ആഴങ്ങളിലേക്ക് മുങ്ങും. അതിനൊപ്പം റാണിയമ്മയുടെ മുമ്പിൽ മുഖം കാണിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാവും അച്ഛനും. എന്തുപറ്റി? സോങ് എങ്ങനെ സ്റ്റോപ്പായേ? നീ ഭയങ്കര ഡാൻസർ അല്ലേ? നിനക്ക് മ്യൂസിക് വേണോ ഡാൻസ് കളിക്കാനായിട്ട്? ഇവള് ഡാൻസ് കളിക്കില്ലെന്നൊക്കെ പിന്നത്തെ കാര്യം. ആദ്യം ഇവള് ഡാൻസ് കളിക്കാൻ പഠിക്കട്ടെ. നമ്മള് പുകഴ്ത്തി പറഞ്ഞ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. കൺട്രോൾ കൺട്രോൾ കൺട്രോൾ. നീയല്ലേ ചലഞ്ച് ചെയ്തേ? കണ്ടല്ലോ, എനിക്ക് പറയാനല്ല ചെയ്ത് കാണിക്കാനാ ഇഷ്ടം. അപ്പോ നീ റോയൽ ആണെങ്കിൽ ഷോമി എങ്ങനെ ഡാൻസ് കളിക്കാന്ന്. ഇത്രേ ഉള്ളോ ഡാൻസ് അല്ലേ? സോറി സോറി സോറി, ഇത് എന്റെ സോങ് അല്ലേ? ആ, നിനക്ക് റോയൽ സോങ്സിന് മാത്രമല്ലേ ഡാൻസ് ചെയ്യാൻ പറ്റൂ, ബിക്കോസ് നീ റോയൽ അല്ലേ. അപ്പൊ ഞാൻ അതുപോലത്തെ പാട്ട് തരാം. കളിക്ക്. സോ നൈസ് യാ. റോയൽസ് ഇരുന്ന് മാത്രമേ ഡാൻസ് ചെയ്യൂ, എഴുന്നേറ്റ് ചെയ്യില്ലേ? ആകെ ഈ ഒരൊറ്റ സ്റ്റെപ്പേ വരത്തുള്ളൂ, വേറെ സ്റ്റെപ്പ് ഒന്നും റോയൽസിന് വരില്ലേ? റോയൽ താഴെ വീണു. ശരി, സാറില്ല. ഇതുപോലുള്ള വലിയ കൊട്ടാരങ്ങളില് ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് സമീർ ഭന്ന. നോ 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 നോ, സമീർ ഭന്നയല്ല, സമീർ നന്ന. നേക്കഡ് ബേബി.
രാജിന്റെ കാഴ്ചപ്പാടിൽ എനിക്കെപ്പോഴും ഉയർന്ന സ്ഥാനം തന്നെയായിരുന്നു. അത് അത്ര പെട്ടെന്നൊന്നും നശിച്ചു പോകില്ല. പിന്നെ അതിന്ന് ആരാണ് നിങ്ങളെ തടയുന്നത് അച്ഛാ? നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യൂന്നേ. ഒരു കാരണവശാലും അവൻ റാണിയമ്മയുടെ അടുത്തേക്ക് എത്താനേ പാടില്ല. നമുക്കവനെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് വേറെന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. അതായത് നമ്മൾ പറയുന്ന അവൻ അനുസരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. ആലോചിച്ചു, ഐഡിയ വന്നു കഴിഞ്ഞു. അതും ഈ ഐഡിയ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഉറപ്പായും അച്ഛനും പറയും. ഹായ്, എനിക്കും എന്റെ തന്നെ കണ്ണ് കിട്ടാതിരുന്നാ മതി. എന്താ പറ്റി? എന്ത് പറ്റി നിനക്ക്? എന്ത് പറ്റി റോജ? എന്തിനാ നീ കരയുന്നേ? അത് ഇവിടെ മുഴുവനും തീ കത്തുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്തോ ഒരു വലിയ അപകടം ഉണ്ടാകാൻ പോകുന്നുണ്ട്. ആണോ? ഇത്രയും നേരം ഡാൻസ് കളിക്കലായിരുന്നോ? അതാ തല ഇറങ്ങിയത്. റിലാക്സ്. അത് ശരിയാണ്, പക്ഷെ വേറെന്തെങ്കിലും ആവാനും സാധ്യതയുണ്ടല്ലോ. വരാനിരിക്കുന്ന അപകടത്തിന്റെ സൂചനയായിരിക്കും, ഒരു താക്കീതായിരിക്കാം.